ഹായ് ഡാ, അമ്മൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ കൊണ്ടിട്ട് ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോകണം. നിങ്ങൾ ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് ആ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കറി, ഇതിലേക്ക് ഉണക്കമീനാണ് വേണ്ടത്. സാധാരണ ഇത് ഉണക്ക അയല കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷെ എനിക്ക് അയല കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ആ കപ്പയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കപ്പ അരിഞ്ഞെടുക്കാം. പിന്നെ ഉണക്കമീൻ ഒന്ന് വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് മുളക് പൊടിയേക്കാളും. പിന്നെ നമുക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലാക്കി അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഈ മീൻ പെട്ടെന്ന് വേകും. പിന്നെ നമ്മളിതാ ഒരു കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. കുടംപുളി സ്ഥാനത്ത് നിങ്ങൾക്ക് വാളംപുളിയോ അത് പിഴിഞ്ഞ വെള്ളമോ എന്ത് വെള്ളം ചേർക്കാം. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ മീനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ആ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് അരയ്ക്കാം. അത് നല്ല ചാറ് കറിക്ക് അരയ്ക്കുന്ന പോലെ ഒരുപാട് ലൂസായിട്ട് അരഞ്ഞു പോകരുത്, എന്നാൽ തീരെ അരയാതെ ഇരിക്കരുത്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം ആ കപ്പയുടെ ആ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയണം. ആ വെന്ത വെള്ളം നമുക്ക് ഊറ്റിക്കളയണേ. അത് ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ കപ്പ എടുക്കാനായിട്ട്. കാരണം ആ കപ്പയുടെ ആ വെള്ളത്തിനകത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ മീൻ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇത് ഒരുപാട് ലൂസായിട്ട് അരഞ്ഞും പോകരുത്, എന്നാൽ തീരെ അങ്ങ് അരയാത്ത ഭാഗം നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇച്ചിരി ചാറ് വേണം എന്നുള്ളവർക്ക് ചാറായിട്ട് എടുക്കാം. ഇത് ശരിക്കും ഒരു കുഴഞ്ഞ പരുവത്തിലാണ്, ഇത്രയും ഒരു പരുവത്തിലാണ് ഈ കറിയുടെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഒരുപാട് ചാറ് വേണ്ട. അതിന് ചാറ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് നോക്കണം. വെളുപ്പാങ്കാലത്ത് 5:30ക്കാണ് ഞാനിതൊക്കെ ഉണ്ടാക്കണം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കുറച്ചും കൂടി നോക്കുക കേട്ടോ. നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഇതിലേക്ക് ശരിക്കും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, അതും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളൊന്ന് കടുക് താളിച്ചും കൂടെ ചേർക്കുവാണ്. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് ഒരു ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ടുണ്ടെന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കടുക് താളിച്ച് അതിലേക്ക് ചേർക്കാം. അപ്പം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ഉണക്കമീനും കൊണ്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ റേഷനരിയുടെ ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനൊരു ചാറ് കറി. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കിയിട്ടുള്ളവർ ഇല്ലാത്തവർ ഇനി എപ്പോഴെങ്കിലും കപ്പ കിട്ടുമ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു 2 ചെറിയ ഉണക്കമീൻ മതി, അതും ഒരു പീസ് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഉച്ചയൂണിനുള്ളൊരു അടിപൊളി കറി റെഡിയാക്കാം. ഇത് ഊണിന് മാത്രമല്ല ചപ്പാത്തിക്ക് വേണമെങ്കിലും എടുക്കാം. അല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റേഷനരിയുടെ ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്